എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ശ്രദ്ധയൊക്കെ എങ്ങോട്ടാ പോകുന്നതെന്ന്? കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല. എപ്പോഴും ഒരു ക്ഷീണം, ഒരു മന്ദത. ഇതിനെല്ലാം കാരണം നമ്മുടെ ജീവിതശൈലി തന്നെയാണെങ്കിലോ? ഈ ആധുനിക ലോകം നമ്മുടെ തലച്ചോറിനെ എങ്ങനെയാണ് പതുക്കെ പതുക്കെ മന്ദീഭവിപ്പിക്കുന്നതെന്നും അതിൽ നിന്ന് എങ്ങനെ പുറത്തുവരാമെന്നും നമുക്ക് നോക്കാം. ചില ദിവസങ്ങളിലൊക്കെ ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ പറ്റാതെ, ചിന്തകൾക്കൊന്നും ഒരു വ്യക്തതയില്ലാതെ, എന്ത് ചെയ്യണമെന്നറിയാതെ ഒരുതരം കൺഫ്യൂഷൻ. ഈ ഒരവസ്ഥ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടാകും അല്ലേ? എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഇതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്. ഇതിനെയാണ് നമ്മൾ ആധുനിക ബ്രെയിൻ വാഷ് എന്ന് പറയുന്നത്. ഇതൊരു ഗൂഢാലോചന സിദ്ധാന്തമൊന്നുമല്ല കേട്ടോ. മറിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ടെക്നോളജിയുടെ ഉപയോഗം, നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ, ഇതെല്ലാം ചേർന്ന് നമ്മുടെ തലച്ചോറിലുണ്ടാക്കുന്ന ഒരുതരം മന്ദതയാണ്. പക്ഷേ ഇവിടെയാണ് ഏറ്റവും നല്ല വാർത്ത വരുന്നത്. നമ്മുടെ തലച്ചോറ് ഒരു കല്ലുപോലെ ഉറച്ചുപോയ ഒന്നല്ല. അതിന് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നൊരു അത്ഭുതകരമായ കഴിവുണ്ട്. അതിന്റെ അർത്ഥമെന്താന്ന് വെച്ചാൽ, ശരിയായ ശീലങ്ങളിലൂടെ നമ്മുടെ തലച്ചോറിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, കൂടുതൽ ഷാർപ്പാക്കാൻ പറ്റും. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ തലച്ചോറിനെ മന്ദീഭവിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ വയറ്റിലാണ്. അതെ, നമ്മുടെ വയറും തലച്ചോറും തമ്മിൽ ഒരു ഡയറക്റ്റ് കണക്ഷനുണ്ട്. ഇതിന്റെ പ്രവർത്തനം വളരെ സിമ്പിളാണ്. നമ്മൾ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങൾ, അതായത് പഞ്ചസാരയും മൈദയും ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ കുടലിലെ നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കും. ഇത് ശരീരത്തിൽ മൊത്തത്തിൽ ഒരു നീർക്കെട്ടിന് അല്ലെങ്കിൽ ഇൻഫ്ലമേഷന് കാരണമാകും. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ നീർക്കെട്ട് നമ്മുടെ തലച്ചോറിലേക്കും എത്തും. അവിടെയാണ് ബ്രെയിൻ ഫോഗും ഓർമ്മക്കുറവും എന്തിന് വിഷാദം പോലും തുടങ്ങുന്നത്. ഇനി അടുത്ത വില്ലനിലേക്ക് വരാം. നമ്മുടെ ശ്രദ്ധയെ നിരന്തരം മോഷ്ടിക്കുന്ന, നമ്മുടെയെല്ലാം പോക്കറ്റിലിരിക്കുന്ന ആ കള്ളൻ. അതെ, നമ്മുടെ സ്മാർട്ട് ഫോൺ തന്നെ. ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും, ഓരോ ലൈക്ക് കിട്ടുമ്പോഴും, ഓരോ പുതിയ പോസ്റ്റ് കാണുമ്പോഴും നമ്മുടെ തലച്ചോറിനുള്ളിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഏതാണ് ആ ഹോർമോൺ എന്നറിയാമോ? ഡോപ്പമിൻ. നമുക്ക് സന്തോഷവും സംതൃപ്തിയും തരുന്ന ഹോർമോൺ. ഈ സോഷ്യൽ മീഡിയ ആപ്പുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ നമുക്ക് ചെറിയ ചെറിയ ഡോപ്പമിൻ ഹിറ്റുകൾ തന്ന് നമ്മളെ വീണ്ടും വീണ്ടും ആപ്പിലേക്ക് ആകർഷിക്കാനാണ്. ഈ ഒരു ചെറിയ സന്തോഷത്തിനു വേണ്ടിയാണ് നമ്മൾ മണിക്കൂറുകളോളം ചുമ്മാ സ്ക്രോൾ ചെയ്ത് സമയം കളയുന്നത്. ഇതിന്റെ ഫലമായി നമ്മൾ എത്തുന്നത് തുടർച്ചയായ ഭാഗിക ശ്രദ്ധ എന്നൊരവസ്ഥയിലേക്കാണ്. അതായത് ഒരേ സമയം പല കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ ഒന്നിലും പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. ഇത് നമ്മുടെ തലച്ചോറിനെ പെട്ടെന്ന് തന്നെ ക്ഷീണിപ്പിക്കും. നമ്മുടെ മാനസികാരോഗ്യത്തെ കാർന്നു തിന്നുന്ന മൂന്നാമത്തെ ഘടകമാണ് സ്ട്രെസ്, പ്രത്യേകിച്ച് വിട്ടുമാറാത്ത സമ്മർദ്ദം. ഇത് നമ്മുടെ തലച്ചോറിന്റെ ഘടനയെ തന്നെ മാറ്റാൻ കഴിവുള്ള ഒന്നാണ്. എല്ലാ സ്ട്രെസ്സും മോശമല്ല കേട്ടോ. ഒരു പരീക്ഷയ്ക്ക് മുൻപുള്ള ചെറിയ ടെൻഷനൊക്കെ നമ്മളെ പഠിക്കാൻ സഹായിച്ചേക്കാം. അത് അക്യൂട്ട് സ്ട്രെസ്സാണ്. പക്ഷേ യഥാർത്ഥ വില്ലൻ ക്രോണിക് സ്ട്രെസ്സാണ്, അതായത് വിട്ടുമാറാത്ത സമ്മർദ്ദം. ഇത് നമ്മുടെ ഓർമ്മശക്തിയെയും തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവിനെയുമൊക്കെ കാര്യമായി ബാധിക്കും. ഈ വൈകാരിക ഹൈജാക്കിംഗ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തലച്ചോറിലെ വികാരങ്ങളുടെ കേന്ദ്രമായ അമിഗ്ഡല കൂടുതൽ ആക്റ്റീവാവുകയും യുക്തി ഉപയോഗിച്ച് ചിന്തിക്കുന്ന പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന് മറികടക്കുകയും ചെയ്യും. ലളിതമായി പറഞ്ഞാൽ, വികാരങ്ങൾ യുക്തിയെ കീഴടക്കും. ഇതുകൊണ്ടാണ് നമ്മൾ വല്ലാത്ത ദേഷ്യത്തിലും സ്ട്രെസ്സിലും ഇരിക്കുമ്പോൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നതും പിന്നീട് അതിൽ ഖേദിക്കുന്നതും. സ്ട്രെസ് വരുന്നത് ജോലിയിൽ നിന്നും തിരക്കിൽ നിന്നും മാത്രമല്ല, ഒറ്റപ്പെടൽ അതും വലിയൊരു സ്ട്രെസ്സാണ്. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ, സാമൂഹികമായ ഒറ്റപ്പെടൽ നമ്മുടെ ശരീരത്തിൽ ശരിക്കും നീർക്കെട്ടുണ്ടാക്കും. ശാസ്ത്രജ്ഞരിതിനെ സോഷ്യലി ട്രിഗേർഡ് ഇൻഫ്ലമേഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇത്രയും നേരം നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് പരിഹാരങ്ങളിലേക്ക് വരാം. എങ്ങനെ നമ്മുടെ തലച്ചോറിന്റെ നിയന്ത്രണം തിരിച്ചുപിടിക്കാം? ഇതിന്റെ എല്ലാം താക്കോൽ BDNF എന്നു പേരുള്ള ഒരു പ്രോട്ടീനാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇത് നമ്മുടെ ബ്രെയിൻ സെല്ലുകൾക്കുള്ള ഒരു വളം പോലെയാണ്. ഇത് പുതിയ തലച്ചോറിലെ കോശങ്ങളെ വളർത്താനും പഴയതിനെ സംരക്ഷിക്കാനും സഹായിക്കുന്നു. അപ്പോൾ ഈ വളം എങ്ങനെ നമുക്ക് വർദ്ധിപ്പിക്കാം? അപ്പോൾ നമ്മുടെ കയ്യിലാണ് തിരഞ്ഞെടുപ്പ്. ഒരു വശത്ത് പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളും ചുമ്മാ സ്ക്രോൾ ചെയ്യുന്നതും ഒറ്റപ്പെടലും, ഇവയെല്ലാം നമ്മുടെ തലച്ചോറിനെ മന്ദീഭവിപ്പിക്കുന്നു. മറുവശത്ത് നല്ല ഭക്ഷണങ്ങൾ, ധ്യാനം, നല്ല സൗഹൃദങ്ങൾ, ഇവയെല്ലാം നമ്മുടെ തലച്ചോറിനെ ശക്തിപ്പെടുത്തുന്നു. ഈ നല്ല ശീലങ്ങളാണ് നമ്മുടെ തലച്ചോറിലെ BDNF എന്ന വളത്തിന്റെ ഉൽപ്പാദനം കൂട്ടുന്നത്. അപ്പോ നമ്മുടെ തലച്ചോറിനെ ശക്തിപ്പെടുത്താനുള്ള 4 പ്രധാന വഴികളിതാ. 1. ശരീരത്തിലെ നീർക്കെട്ട് കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. 2. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് വഴി ശരീരത്തിന് വിശ്രമം കൊടുക്കുക. 3. ധ്യാനത്തിലൂടെയോ മൈൻഡ്ഫുൾനെസ്സിലൂടെയോ മനസ്സിന്റെ കൺട്രോൾ തിരിച്ചുപിടിക്കുക. 4ാമതേതും ഏറ്റവും പ്രധാനപ്പെട്ടതും,
യഥാർത്ഥ മനുഷ്യരുമായി ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ടാക്കുക. ഇവ ഓരോന്നും നിങ്ങളുടെ തലച്ചോറിന്റെ ആരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. നിങ്ങളുടെ തലച്ചോറ് ഒരു കളിമണ്ണ് പോലെയാണ്. അതിനെ ഏത് രൂപത്തിലേക്ക് വേണമെങ്കിലും മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോ നിങ്ങളുടെ ചിന്തകളെയും ശ്രദ്ധയെയും വീണ്ടെടുക്കാൻ വേണ്ടി ഇന്ന് നിങ്ങൾ എടുക്കാൻ പോകുന്ന ആ ആദ്യത്തെ ചെറിയൊരു ചൂടെന്തായിരിക്കും? ഒന്ന് ആലോചിച്ചു നോക്കൂ.